ദിനം പ്രതി വരുന്ന വാർത്തകൾ കേട്ട് അത്ഭുതപ്പെടണോ ഭയപ്പെടണോ എന്ന് മനസ്സിലാക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് കുഞ്ഞിന്റെ മാതൃ സഹോദരൻ ഹരികുമാർ. ചോദ്യം ചെയ്യലിനിടെയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുകയായിരുന്നുവെന്ന് ഇയാൾ വെളിപ്പെടുത്തിയത്. കുഞ്ഞിന്റെ ദുരൂഹ മരണം കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നിരുന്നില്ല പോലീസിന്. മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തന്നെയായിരുന്നു കൊലപാതക സാധ്യതകളിലേക്കുള്ള സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. എന്നാൽ അമ്മാവൻ ഹരികുമാറിന്റെ മൊഴി പൂർണ്ണമായി പോലീസ് വിശ്വസിച്ചിട്ടുമില്ല. ഹരികുമാർ കുറ്റമേറ്റതിന് പിന്നിൽ മറ്റ് കാരണങ്ങൾ ഉണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. കൊല്ലപ്പെട്ട 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ മാതാപിതാക്കളായ ശ്രീതു, ശ്രീജിത്ത് എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഇവർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നം സംബന്ധിച്ചറിയാനാണ് പോലീസിന്റെ നീക്കം. കുഞ്ഞ് തന്റെ കൂടെയാണ് കിടന്നതെന്നും പുലർച്ചെ എഴുന്നേറ്റപ്പോൾ അച്ഛന്റെ കൂടെ കിടത്തിയതിനു ശേഷം താൻ എഴുന്നേറ്റു പോയി, തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല എന്നായിരുന്നു അമ്മയുടെ മൊഴി. കുഞ്ഞ് തന്റെ കൂടെയല്ല കിടന്നതെന്നും അമ്മാവന്റെ കൂടെയാണ് കിടന്നതെന്നും അച്ഛന്റെ മൊഴി. കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പമാണ് കിടന്നതെന്ന് കുട്ടിയുടെ അമ്മാവൻ. അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും ഒപ്പമാണ് കുഞ്ഞ് കിടന്നതെന്ന് മുത്തശ്ശി. മൊഴികളിലെ ഈ വൈരുദ്ധ്യങ്ങൾ തന്നെയായിരുന്നു കൊലപാതകം എന്ന സംശയത്തിന് പോലീസിന് ലഭിച്ച ആദ്യ സൂചന. മാത്രമല്ല, മൊഴിയിൽ നിന്ന് അച്ഛന് ഈ കൃത്യത്തിൽ പങ്കില്ല എന്നും വ്യക്തമായിരുന്നു. കാരണം ശ്രീജിത്ത് കൊലപാതകം നടന്ന വീട്ടിൽ 2 മാസത്തോളമായി വരാറുണ്ടായിരുന്നില്ല. ശ്രീതുവിന്റെ അച്ഛന്റെ മരണത്തെ തുടർന്നാണ് ശ്രീജിത്ത് വീട്ടിലെത്തുന്നത്. ദമ്പതികൾ തമ്മിലുള്ള അകൽച്ചയുടെ കാരണം തേടുന്ന പോലീസ് ശ്രീതുവും സഹോദരനും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റും വിവരങ്ങളും പരിശോധിക്കുന്നുമുണ്ട്. ശ്രീജിത്തുമായുള്ള തർക്കത്തിൽ എന്നും ശ്രീതുവിനൊപ്പം ശക്തമായി നിന്നത് സഹോദരൻ ഹരികുമാർ ആയിരുന്നു. അമ്മയോ സഹോദരിയോ രക്ഷിക്കാൻ ഹരികുമാർ കുറ്റം സ്വയം ഏറ്റതാണോ എന്നാണ് സംശയം. വീടിന് പിന്നിലുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് പുറത്തുനിന്നൊരാൾ വീടിനുള്ളിൽ കയറിയ സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ആളു തന്നെയാണ് കൃത്യത്തിന് പിന്നിലെന്ന് പോലീസിന് ഉറപ്പാണ്. 30-ന് രാവിലെ 7 മണിയോടെയാണ് 2.5 വയസ്സുകാരിയായ കുട്ടിയെ കാണാനില്ലെന്ന് വിവരം നാട്ടുകാർ അറിയുന്നത്. വീട്ടുകാർ തന്നെയായിരുന്നു നാട്ടുകാരോട് വിവരം പറഞ്ഞതും. കുട്ടിയുടെ മുത്തച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ ഇതേ ദിവസം നടക്കാനിരിക്കെയാണ് ദാരുണ സംഭവം നടക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളും നാട്ടുകാരുമാണ് കുഞ്ഞിനെ കണ്ടെത്താനായി തിരച്ചിൽ നടത്തിയത്. ഇതിനിടയിലാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കിണറിന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന കമ്പിവരയിൽ വന്ന മാറ്റമാണ് കിണർ പരിശോധനയിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്. പിന്നീട് അഗ്നിരക്ഷാസേന ഉൾപ്പെടെ എത്തി കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. ഇതേ സമയമൊക്കെ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെ ശുചിമുറിയിലേക്ക് പോയപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ടുവെന്ന് അമ്മ പറഞ്ഞിരുന്നു. കുഞ്ഞ് കരയുന്നുവെന്ന് മുത്തശ്ശി വിളിച്ചു പറഞ്ഞുവെന്നും തിരികെ മുറിയിലെത്തി നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല എന്നുമാണ് അമ്മ പറഞ്ഞത്. ഇതിനിടെ ഒരാൾ മതിൽ ചാടി പോകുന്നതായും അമ്മയുടെ മൊഴിയിൽ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നതാണെന്ന് അമ്മാവൻ സമ്മതിക്കുമ്പോഴും സംഭവത്തിൽ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ആര് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയെങ്കിലും ഇത്ര ക്രൂരമായി കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള കാരണമാണ് വ്യക്തമാകേണ്ടത്. പോലീസിന് ഉത്തരത്തിലേക്കുള്ള ദൂരം ഏറെ ഇല്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.